കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ കോളിളക്കമുണ്ടാക്കിയ സംഭവവികാസങ്ങളിലൊന്നായിരുന്നു കൂത്തുപറമ്പ് വെടിവയ്പ്. സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരായി പരിയാരം മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് അന്ന് ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും നേതൃത്വത്തിൽ ഇടതു ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭം നടക്കുന്ന കാലഘട്ടത്തിലാണ് MV രാഘവനെതിരായിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായി കൂത്തുപറമ്പിൽ വെടിവയ്പുണ്ടായി. പുഷ്പൻ ഉൾപ്പെടെയുള്ള 5 പ്രധാനപ്പെട്ട ധീരരായ DYFI സഖാക്കൾ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നു. ആ 5 ധീരരായ DYFI സഖാക്കൾ രക്തസാക്ഷിത്വം വഹിക്കുന്നതിന് ആധാരമായ കൂത്തുപറമ്പ് വെടിവയ്പ്പിന് ഉത്തരവാദിയായിട്ടുള്ള റവാദ ചന്ദ്രശേഖർ, ഞങ്ങൾ ആരും പറഞ്ഞതല്ല, CPM തന്നെ പറഞ്ഞതാണ്. കൂത്തുപറമ്പ് വെടിവയ്പ്പിന് പ്രധാനപ്പെട്ട ഉത്തരവാദി റവാദ ചന്ദ്രശേഖറാണ് എന്ന് CPM ആരോപിച്ച അതേ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് റവാദ ചന്ദ്രശേഖർ എന്ന കുറ്റാരോപിതനായി CPM 17 വർഷക്കാലം കോടതിക്കകത്തും പുറത്തും നിരന്തരമായി വേട്ടയാടി അദ്ദേഹത്തെ കേരള സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവിയായി നിയോഗിച്ചിട്ടുള്ളത്. ഈ നിയമനം തീർത്തും ദുരൂഹമാണ്, ഒരു സംശയവും വേണ്ട. പിണറായി വിജയൻ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള അവിഹിതമായ ബന്ധത്തിൻ്റെ അനന്തരഫലമാണ് ഈ DGP നിയമനം. ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം 2016 കേരള മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ ചുമതലയേറ്റതിന് ശേഷം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് ചെന്ന ആ ദിവസം തന്നെയാണ്, അന്ന് അർദ്ധരാത്രിയിലാണ് DGPയായി സെൻകുമാറിൻ്റെ പേര് ഒഴിവാക്കി ലോക്നാഥ് ബെഹ്റയെ സംസ്ഥാന DGPയായി കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉത്തരവിറക്കിയത്. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ നിയമനം, റവാഡ ചന്ദ്രശേഖരൻ്റെ നിയമനവും ലോക്നാഥ് ബെഹ്റയുടെ നിയമനവും തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട 3 പേരിൽ ഏറ്റവും കൂടുതൽ സർവീസ് സീനിയറിറ്റിയുള്ള നിതിൻ അഗർവാൾ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ഒഴിവാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അത് അവഗണിച്ചുകൊണ്ടാണ് റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയോഗിച്ചിട്ടുള്ളത്.